എങ്ങനെയെങ്കിലും കമ്പ്യൂട്ടർ പഠിച്ചേ പറ്റൂ. എന്തിനാടാ നീ വയസ്സാം കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കാൻ വന്നത്? എന്റെ ചെറുപ്പക്കാരോ, ഇനി അങ്ങോട്ട് കമ്പ്യൂട്ടർ യുഗം അല്ലേ? അതിന് ഇനി അങ്ങോട്ട് നീ കാണുവോ? എന്റെ കൊച്ചുമോനെ എന്നെയും വെച്ച് റീൽസ് എടുക്കൂന്ന് ഇൻസ്റ്റാഗ്രാമിലെ. അപ്പൊ അവന് കുറെ കാശും കിട്ടൂന്ന്. നമുക്ക് കമ്പ്യൂട്ടർ പഠിച്ചാലല്ലേ നമുക്ക് റീൽസ് എടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് കാശും കിട്ടും. ആ അങ്ങനെയാണല്ലേ. ഈ ടീച്ചർ ഇതെവിടെ? അപ്പൊ കമ്പ്യൂട്ടർ പഠനമല്ല ലക്ഷ്യം. കേണ്ടടാ, നമ്മുടെ കൂടെ പണ്ട് പഠിച്ച തങ്കച്ചല്ലേ ഇത് വന്നത്? എന്റെ തങ്കച്ചി. അയ്യോ, നാണിക്കാൻ പറ്റിയ പ്രായം. തേച്ചില്ലേ പെണ്ണ്, തേച്ചില്ലേ പെണ്ണ്, പണ്ട് നീ എന്നെ തേച്ചതല്ലേ. തങ്കച്ചിക്ക് അറിയാമോ, തങ്കച്ചിയെ കാണാൻ മാത്രമാണ് ഞാൻ ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിന് വന്നത്. പണ്ട് പഠിക്കുന്ന കാലത്ത് പിന്നെ പണ്ട് ഭയങ്കര പഠിത്തമായിരുന്നല്ലോ. അതല്ലടി, അന്ന് തൊട്ട് ഞാൻ നിനക്ക് വേണ്ടി കല്യാണം പോയാലും കഴിക്കാതെ നിക്കുവാണ് തങ്കച്ചി. പെണ്ണ് തങ്കച്ചി കോവാലണ്ണന്റെ ഈ ഹൃദയത്തിൽ എനിക്ക് ഇപ്പോഴും ആ പഴയ സ്ഥാനമുണ്ടോ? ഹൃദയം ഇവിടെ അല്ലടി, ഇവിടെയാ. എങ്കിലും ഞാനുണ്ടോ? നിനക്ക് മരിക്കും വരെ ആ സ്ഥാനം ഉണ്ടാവും. കോവാലണ്ണ, ഇത് നോക്കിയേ, എന്റെ ഒരു പല്ല് പോയി. എവിടെ? എന്റെ ഒരു പല്ലല്ലേ പോയുള്ളൂ, എന്റെ 2 പല്ല് പോയി. നാക്ക് ശരിയല്ലെങ്കിൽ 2 പല്ലല്ല, മൊത്തം പല്ലും പോകും. ഒന്ന് പോടാ. തങ്കച്ചിക്ക് അറിയാമോ, ഞാനിത് പല്ല് വെച്ചില്ല. അയ്യേ, പല്ലേക്കാതെ നടക്കാൻ നാണമില്ലേ? എന്റെ ബ്രഷിന്റെ ഒരു നാരളവ് പോണ്ട് ആ ബ്രഷിന് ഞാനങ്ങ് കളഞ്ഞെന്ന്. ബ്രഷിന്റെ ഒരു നാരളകി പോയാ ആരെങ്കിലും ആ ബ്രഷ് എടുത്ത് കളയുവോ? അതിന്റെ ആ താകപ്പാട് ഒരു നാരേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് ഞാൻ നിനക്ക് എന്തോരം തേമുട്ടായി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതെന്തോന്ന്? പുളിമുട്ടായി. പോടി, അതൊക്കെ ഒരു പണ്ടത്തെ കാലം. കോവാലണ്ണന്റെ മനസ്സില് ഞാൻ ഇപ്പോഴും ഉണ്ടല്ലേ? ഉണ്ടടി, ഇപ്പോഴും ഉണ്ട്. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിയായിരിപ്പൂ. അയ്യോ, നടേശ മുതലാളി, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇയാളൊരു ശല്യക്കാരൻ തന്നെയായിരുന്നു. ഈ ചെവി കേട്ടൂടി, ഇവിടെ പറ. ഒരു കാര്യം പറയാനുണ്ട്, കുറച്ചങ്ങോട്ട് നീങ്ങിക്ക്. ലക്കി മുണ്ട് മുണ്ട് ലക്കി മുണ്ട്. ചേച്ചി സ്റ്റൈല് കളിക്കപ്പോ എന്നെ നാണം കെടുത്തല്ലേ ചേച്ചി? ലക്കി മുണ്ട് മുണ്ട് ലക്കി മുണ്ട്. പിന്നില് നോക്കടാ, പിന്നില് നോക്ക്. പാടത്ത് പാടി എടുക്കുന്നവർക്ക് എന്താ പഠിക്കട്ടെ? മുതലാളിഎന്താ ഇവിടെ? പിന്നെ മുതലാളിക്ക് പഠിക്കട്ടെ. ഓ, അങ്ങനെയാണല്ലേ. ഇങ്ങോട്ട് മാറി നിക്കടാ. എടീ, നീ എന്നെ പഴയ തങ്കല്ലേ? അല്ല, പുതിയ പിത്തള. അതെ ടീച്ചർ വരുന്നേ. സൈലൻസ്.
പ്രസന്റ് ടീച്ചർ. എന്റെ പേരാണ് ശൈലൻ. സൈലൻസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന മനസ്സിലായോ? മനസ്സിലായോ? എന്തേ നിങ്ങളുടെ ആരും വായിൽ നാക്കില്ലേ? ടീച്ചറേ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. ഓ ഇതൊക്കെ ആരോട് പറയാൻ? അപ്പൊ കുട്ടികളെ കുട്ടികളോ? അമ്മൂമ്മേന്ന് വിളിയടി അങ്ങോട്ട്. പഠിക്കാൻ വരുമ്പോ നിങ്ങളൊക്കെ എനിക്ക് കുട്ടികളെ തന്നെയാ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആ ഒരു ബീഡി വലിച്ചിട്ട് തുടങ്ങാം. ക്ലാസ്സിൽ ബീഡി വലിക്കേ? ഞാൻ എന്ത് പണി ചെയ്യുന്നതിന് മുന്നേ ഒരു ബീഡി വലിച്ചിട്ടാ തുടങ്ങാറ്. ക്ലാസ്സിൽ ബീഡി വലിക്കാനൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പഞ്ചായത്തിലെ എല്ലാ വയോജനങ്ങൾക്കും സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കമ്പ്യൂട്ടർ ക്ലാസ് വെച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെന്താന്നറിയാമോ? ഇത് സ്ലേറ്റ്. സ്ലേറ്റാ? എടാ മണ്ട, ഇത് 2 അടിയുടെ റെഡ് ടൈല്. സ്ലേറ്റ് ഒന്നല്ല, ഇതാണ് ലാപ്ടോപ്പ്. എന്ത്? ഇതിലൂടെ നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. കൊച്ചേ, ഇന്ന് രാവിലെ ഞാന് കിളച്ചിട്ട് വെച്ച മമ്മാട്ടി എവിടെ ഉണ്ടാന്ന് നോക്കൂ. ഇതിലൂടെ നോക്കാൻ പറ്റൂല. കമ്പ്യൂട്ടറിനെ 4 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 4 ഭാഗമല്ല, 8 ഭാഗങ്ങള്. 8 ഭാഗങ്ങളോ? എന്റെ കൊച്ചുമ്മ വീട്ടില് കമ്പ്യൂട്ടർ 8 ഭാഗം ആക്കി വെച്ചിട്ടുണ്ട്. 8 ഭാഗങ്ങളൊന്നല്ല, കമ്പ്യൂട്ടറിന് 4 ഭാഗങ്ങളുള്ളൂ. മോണിറ്റർ, CPU, കീബോർഡ്, മൗസ്. ഈ മൗസിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാമോ? മൗസിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. മൗസിനെ കൊണ്ട് നഷ്ടവും ശല്യവും ഉള്ളൂ. എവിടെങ്കിലും ഇത്തിരി കപ്പ വെച്ച അപ്പ അതിനെ ഒന്ന് തുളച്ചിട്ടിട്ട് പോകും. ഇതാണ് കീബോർഡ്. വർഷങ്ങളോളായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സാധനമാണിത്. എത്ര കണ്ടുപിടിച്ചെന്നും പറഞ്ഞിട്ട് അക്ഷരം നേരെ അല്ലല്ലോ, വലിച്ചു മാറി ഇട്ടേക്കുമല്ലേ. ഇനി നെറ്റിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാമോ? മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത്. മീൻ പിടിക്കേ? അറിഞ്ഞൂടാക്കി പറയാൻ പോര്. ഞാൻ പറയാം ടീച്ചറെ. പറ. കിണറ്റി കരിയില്ലാതെ വീഴാതിരിക്കാനല്ലേ. ഞാൻ ഉപയോഗിക്കുന്നത് ചന്ദനം തൊടാനാ. എന്തോന്ന്? നെറ്റി. അല്ല, ഇന്റർനെറ്റ്. ഇനി കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആര്? അയ്യോ, കമ്പ്യൂട്ടർ ഇപ്പൊ കളഞ്ഞുപോയി. അവസാനം ആര് കണ്ടുപിടിച്ച് തന്നു? ഓ അതല്ല, കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണെന്ന്. അത് ഏതോ ഒരു വെജിറ്റബിളായിരുന്നല്ലോ. തക്കാളിയാണോ? അല്ല, ക്യാരറ്റ് അല്ലെന്ന്. ക്യാബേജ്. ക്യാബേജ് ഒന്നല്ല, ബാബേജ്. ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ്. അപ്പൊ മാതാവോ? കമ്പ്യൂട്ടർ മാതാവൊന്നുമില്ല. അമ്മ ഇല്ലാത്ത ഒരു കുഞ്ഞാണ് കമ്പ്യൂട്ടർ. ആര് പറഞ്ഞു മാതാവില്ലെന്ന്? അത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണ്. എന്തോന്ന്? മദർ ബോർഡ്. ഇനി നമുക്ക് അല്പം ബ്രേക്ക് ആയാലോ? ഓക്കേ. ഇതിപ്പോ നിങ്ങൾ എന്താ ഇവിടെ കാണിച്ചേ? ഇത് ബ്രേക്ക്. ബ്രേക്കാ? വേണമെങ്കിൽ സിനിമാറ്റിക് എടുക്കാം. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാണ്. ഈ കമ്പ്യൂട്ടർ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടി. എനിക്കും കിട്ടി. എനിക്ക് കിട്ടിയില്ല. എനിക്കും കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്തെ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയല്ലോ. അവരോട് ചോദിച്ചു നോക്ക്. അമ്മാവാ, എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ? പണ്ട് സ്നേഹിച്ചിരുന്ന പെണ്ണിനെ കാണാനും പറ്റി. ഈ വയസ്സാം കാലത്ത് ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഈ സുന്ദരീനെ സ്വന്തമാക്കാനും പറ്റി. താങ്ക് യു.